വരുന്നുണ്ട്. നീ എന്നിട്ട് അവിടെ നോക്കണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഡം. ഒരു നമസ്കാരം കൊണ്ട് ഞങ്ങൾ പകുതിച്ചിട്ടോളാം. വൈകിയപ്പോ ടെൻഷനായി. ടെൻഷനായല്ലേ? ഇതെന്നിട്ടത് ഏലസാ സാറേ. ഏലസാണ്. അപ്പൊ ഇതാ ബട്ടൺസ്. ബട്ടൺസ്. ഞാൻ നോക്കിട്ട് നിന്റെ ഇക്കിളിയൊന്നും മാറിയിട്ടില്ലല്ലേ? എന്റെ പൊന്നു പാലോടെ സാറേ, അത് തിരിക്കൊന്നും വേണ്ട. അത് ക്യാമറ ഒന്നും അല്ല. ക്യാമറ അല്ലാന്ന് എനിക്കറിയാം. ഞാൻ ഇതിൽ മഷി ഉണ്ടോ നോക്കിയതാ പൊട്ട. നീ സാധനം എടുത്തേ. നോട്ടെടുന്ന മെഷീനോ? മൈലാഞ്ചിക്കിളി മൈന, മൈന വേണം മൈന, മൈന, മൈന വേണം. സന്തോഷായില്ലോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ കയറി ഇറങ്ങണ്ട, എന്നോട് പറഞ്ഞാൽ മതി. മാഡം താങ്ക്സ്. ഒരു കാര്യം ചെയ്യും, ഒരു മൈക്ക് വെച്ച് പ്രിയമുള്ളവരെ മേഡം താങ്ക്സ്, മേഡത്തെ അങ്ങനെയല്ല പറയാ. എടാ കള്ളലക്ഷണം വെച്ച് നോക്കല്ലേ, ആൾക്കാർ സംശയിക്കുന്നു. പോയി ഇനിയൊന്ന് വണ്ടി വിടറോ. ബ്രിജിത്തെ, ഉദ്ഘാടനം കഴിഞ്ഞ അവരുടെ വണ്ടി തന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയണം. പിന്നെ ദേ പൊതി വാങ്ങാൻ മറക്കണ്ട. ഇങ്ങനെ ഒരു കോതി. എന്താളിയാ? അളിയ പള്ളിയിൽ നിന്ന് ഹാളിലേക്ക് പോകാനുള്ള കാറുകൾ അളിയനല്ലേ ഏറ്റത്? ഹേയ്, ഞാൻ ഏറ്റിട്ടില്ല. അത് ജോമോനല്ലേ ഏറ്റത്. അവനോട് ചോദിക്കേ. ഹോ, എല്ലാം കയറി ഏറ്റിട്ട് ഈ കഴുതക്കുട്ടി എവിടെ പോയി കിടക്കുക? ഹലോ, ബൊക്കയുടെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. ജോമോനെ, ഹലോ ഹലോ. ഹലോ, കേൾക്കുന്നില്ലേ? റേഞ്ച് ഇല്ലേ? റേഞ്ചിന്റെ അടുത്ത് നല്ല റേഞ്ച് ഉണ്ട്. പക്ഷെ രാവിലെ പോലെ ഇവിടെ കിടന്ന് അലഞ്ഞുകൊണ്ട് ബാറ്ററി അല്പം ലോ ആയി പോയി. പക്ഷെ ഇപ്പൊ ചാർജ് ആയി, ഫുൾ ചാർജ് ആയി. മോനെ ജോമോനെ, നിന്റെ ബാറ്ററി ചാർജിങ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ നിന്റെ അപ്പനും ചേട്ടനും കിടന്ന് കയറ് ഒട്ടിക്കുന്നുണ്ട്. ഇനിയും ബാറ്ററി ചാർജ് ചെയ്യാൻ നിൽക്കാതെ വേഗം പോര്. ഞാൻ തേത്തുന്നു എടുത്തി. വെക്കല്ലേ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, അതും വാങ്ങണം. പിന്നെ ടെസ്സ കുറച്ച് ഫ്രഷ് മുല്ലപ്പൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. ഇല്ലല്ല, മറക്കില്ല. അണ്ണാ, എങ്കിൽ അടുത്ത് ATM വല്ല തീർക്കാം. ഇതാ ഇങ്ങ പക്കത്തിൽ இருக்கு சார். എസ്കേപ്പ് ആവാൻ നിലച്ചാ സുട്ടുപോടും. ജോമനെ, ഇത് ഞാനാണ് മുസ്താഖ്, നിന്റെ പഴയ ഫ്രണ്ട്. എല്ലാം കഴിഞ്ഞ് കക്കാനും പിടിച്ചു പറിക്കാൻ തുടങ്ങി. ഒരു സർപ്രൈസ് എൻട്രിയിൽ നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്നത്. നീ ദുബായിലാണെന്ന് ആരോ പറഞ്ഞു. എന്തിന് ദുബായ്? ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ മാൻ.